ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർക്ക് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഈ ഒരു സ്പ്ലെൻഡർ ബൈക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ തന്നെയാണ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അതേ നമ്മൾ വെറുതെ അങ്ങ് വണ്ടി പെയിൻറ്റ് ചെയ്ത് പോകല്ല. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി എന്ന പോലെ തന്നെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഫൈനൊന്നും കൂടാതെ ടെസ്റ്റ് മുടങ്ങാതെ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വണ്ടി ഒന്ന് ടെസ്റ്റ് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു പാർട്ടിയുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കി, അതുപോലെ തന്നെ വണ്ടിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് പോകാറാണ് പതിവ്. അപ്പോൾ ഇവിടെ ഈ ഒരു വണ്ടി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പുള്ളിക്ക് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് നടത്താവുന്ന രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഭംഗിയായിട്ട് ടെസ്റ്റ് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ പ്രൈമറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ PS ബ്ലാക്കാണ് നമ്മൾ ബേസ് കോട്ടായിട്ട് PS ബ്ലാക്ക് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ടാങ്കൊക്കെ നന്നായി സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യുക, പെയിൻറ്റൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഇരുമ്പ് എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ അല്ല ഫുള്ളായിട്ട് നമ്മൾ പ്രൈമർ അടിക്കുക. അതേത് പ്രൈമറാണെങ്കിൽ അത് ചെയ്തതിന് ശേഷം നമ്മൾ പൊട്ടിയിട്ടതിന് ശേഷം വീണ്ടും ആ പൊട്ടിയുടെ മേലെ കൂടെ ഒന്നും കൂടി പ്രൈമർ അടിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ബേസ് കോട്ടൊക്കെ വയ്ക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പെയിൻറ്റ് ചെയ്യാറ്. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഇരുമ്പും കൂടെ പൊട്ടിയിടുന്ന പതിവൊന്നുമില്ല. അപ്പോൾ ഇരുമ്പും കൂടെ പൊട്ടിയിട്ടിട്ട് ആ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു പെയിൻറ്റാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഹൈക്കോട്ടിൻ്റെ പെയിൻറ്റാണ്. അപ്പോൾ നല്ല പെയിൻറ്റാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റാണ് നമ്മൾ ചേസിനൊക്കെ അടിക്കാറ്. അപ്പോൾ ഇത് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ടാങ്കിന് നമ്മൾ ഈ ഒരു പെയിൻറ്റ് അടിക്കണം. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പെയിൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പെയിൻറ്റ്, അതേപോലെ തന്നെ ഹാർഡനർ, അതേപോലെ തന്നെ തിന്നർ, അപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് നമ്മൾ എടുത്ത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതെ, നമ്മൾ വണ്ടിയുടെ പെട്രോൾ ടാങ്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ടാങ്കിൻ്റെ ഉൾവശമൊന്നും അതിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവരും നിർത്തിയടിക്കുമ്പോൾ ഉൾവശമൊന്നും കറക്റ്റായിട്ട് അടിക്കാൻ കഴിയാറില്ല. അപ്പോൾ അതേ നമ്മളേതായാലും അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉരച്ച് നല്ല രീതിക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇനി നമ്മൾ ഫൈബർ പാർട്സുമൊക്കെയാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയ ഫൈബർ പാർട്സൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ പഴയ പാർട്സൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. അപ്പോൾ സ്റ്റിക്കറൊക്കെ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് സ്ഥാനമൊക്കെ നോക്കി ചെറുതായി ഒന്ന് മാസ്ക് ടൈപ്പ് വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ തന്നെ അത് അപ്പം തന്നെ കൈയോടെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അത് സുഖമായിട്ട് എല്ലാവർക്കും ഒട്ടിക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ക്യൂസറ വേറെ ഒരു സംഭവമൊന്നും വേണമെന്നൊന്നുമില്ല, ഹീറ്ററൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഹീറ്റർ ഉണ്ടെങ്കിൽ നന്നായി. അപ്പോൾ നല്ല രീതിക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും അപ്പോൾ ഈ സ്റ്റിക്കറുമ്പോൾ നമ്മൾ പശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡിഗ്രീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതെന്തായാലും ആ ഒരു പശയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയണത് നല്ലതാണ്. അപ്പോൾ അല്ലെങ്കിൽ ശരിക്ക് ഒലിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ക്ലിയർ അടിച്ചാലും ശരിയാവില്ല. അപ്പോൾ നമ്മളതൊക്കെ ഉപയോഗിച്ച് അതൊക്കെ കളഞ്ഞ് ആ പശയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്ലിയർ വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ നമ്മൾ ഒരു 2-3 കോട്ടോളം നമ്മൾ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ക്ലിയർ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിപ്പോണിൻ്റെ ക്ലിയറാണ്. അപ്പോൾ ഒരു മിഡ് റേഞ്ച് ക്ലിയറാണ് നമ്മൾ നല്ല രീതിക്ക് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്സാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്സുമ്പോൾ നമുക്ക് PU പെയിൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ NC പെയിൻറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ആസ്പ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആസ്പെങ്കിലും അടിക്കാം. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്പോൾ ക്ലിയറും കൂടി ഉള്ളതാണ് ആസ്പ പെയിൻറ്റാണ് ഇപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയറൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഒരു ആസ്പ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ എൻജിനിൽ നമ്മൾ NC പെയിൻറ്റാണ് ചെയ്തിട്ടുള്ളത്. NC പെയിൻറ്റ് ചെയ്തതിന് ശേഷം നല്ല ക്ലിയർ 2-3 കോട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വീലുമ്പോഴാണെങ്കിലും അതുപോലെ ആ ഒരു സ്റ്റമ്പുമ്മലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ ആ ഒരു NC പെയിൻറ്റ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ക്ലിയറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് എത്തിയിട്ടുണ്ട് ചേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ പൊതിഞ്ഞ് എല്ലായിടത്തും ഒന്നും ആവാത്ത രീതിയിൽ ബാക്കി നമ്മുടെ ആവശ്യമുള്ളിടത്ത് മാത്രമാവുന്ന രീതിയിൽ പൊതിഞ്ഞ് നല്ല രീതിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ എൻ്റെ കഴിവിൻ്റെ പരമാവധി അപ്പോൾ നല്ല രീതിയിലുള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നത് പോലെ കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ ക്ലിയർ അടിച്ച പീസൊക്കെ കറക്റ്റായിട്ട് ഭദ്രമായിട്ട് ഒരുത്തിൽ വെക്കണം. അപ്പോൾ അതായത് നമ്മുടെ വീടാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ റൂമിൽ കയറ്റി വെക്കുകയാണ്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളൊക്കെ ക്ലിയർ അടിച്ചാൽ അതുപോലെ തന്നെ പ്രാണികൾ എന്നിവയൊക്കെ ക്ലിയർ അടിച്ചാൽ ഒട്ടിയിരിക്കാനും പറ്റിപ്പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതായത് നമ്മുടെ റൂമിലാണ് നമ്മൾ ഈ ഒരു സാധനം വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തോളം അതിൽ വെച്ച് നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നല്ല വെയിലത്തും വെക്കാൻ പാടില്ല, പുറത്തും വെക്കാൻ പാടില്ല. അപ്പോൾ നല്ല ഭദ്രമായിട്ട് ഒരുത്തിൽ വെക്കാറാണ് പതിവ്. അതേ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ പാർട്സൊക്കെ ഫിറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്യാറും സ്റ്റിക്കർ അടിക്കാറും എല്ലാതും നമ്മൾ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പുറത്തേക്ക് പോകാറൊന്നുമില്ല. പിന്നെ അഴിക്കാൻ കിട്ടാത്ത വല്ല നെട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വെൽഡിങ് വർക്ക്ഷോപ്പിൽ പോയിട്ട് അതൊന്നും ഇല്ലത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ത്രെഡ് ചെയ്തെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെയാണ് ബാക്കി എല്ലാ വർക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു രീതി. അപ്പോൾ സ്റ്റിക്കറൊക്കെ നമ്മൾ ബാക്ക് കുറച്ച് പൊക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്പൊക്കെ നീളം കൂട്ടുമ്പോൾ സ്റ്റിക്കറൊക്കെ കറക്റ്റായിട്ട് വരാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഭാവിയും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുപരി നമ്മൾ തന്നെ കൊണ്ടുപോയി ആ ഒരു വണ്ടി ടെസ്റ്റ് ഫൈനൊന്നും കൂടാതെ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വണ്ടി തന്ന് അവർ പെയിൻറ്റ് മേടിച്ചെന്ന് പെയിൻറ്റിങ് പഠിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.